ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. നമ്മളൊന്നും ഗ്രൗണ്ടിൽ വന്നപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുത്ത് കളയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരു ഗ്രൗണ്ട് അല്ലേ, പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ടിനെ കാണണ്ടേ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ട്. അപ്പോൾ പിള്ളേരിവിടെ കളിക്കുന്നുണ്ട്. ഈ അവിടെ ഓട്ടം ഇങ്ങനെ എൻ്റെ പുറകെ ഓടുന്നുണ്ട്. അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂൾ ഇപ്പോൾ ഓപ്പൺ ഒന്നുമല്ല, കുറേ വർഷങ്ങളായി ഇപ്പോൾ അത് അങ്ങനെ പൂട്ടിയിട്ടിട്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ സ്കൂള് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തേനും താമസിച്ചിരുന്നത്. അപ്പോൾ അന്നേരം ആ സമയത്ത് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂട്ടിയിട്ടല്ല. ഇപ്പോൾ അവിടെ അങ്ങനെ ആരും അങ്ങനെ ഒന്നുമില്ല. പിന്നെ അപ്പുറത്ത് വീടൊക്കെ ഉണ്ട്, ഇങ്ങനെ കാട് മാത്രമല്ല. ഇപ്പം നമ്മുടെ ലിയോയും കിങ്ങിണിയും ഇവിടെ കറങ്ങി നടക്കുന്നു. അതാ, ഇന്നങ്ങനെ പിള്ളമാരൊന്നുമില്ല, ഇല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരു ഞായറാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കളികളെല്ലാം കാണാം. ഞായറാഴ്ച സമയത്താണ് ഇവിടെ അധികവും പിള്ളേർ കളിക്കുന്നത്. എന്നാലും ഇട ദിവസങ്ങൾ കളിക്കത്തില്ലെന്നല്ല, ചില മക്കളെല്ലാം കളിക്കാൻ വരും. അപ്പോൾ ഇവിടെയാണ് അബിയും ആയിട്ടും എല്ലാം ഫുട്ബോൾ കളിക്കാൻ വരുന്നത്. ഒരു ഞായറാഴ്ച നിങ്ങൾ കാണി ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതാ തൊട്ടപ്പുറമാണ് നമ്മൾ താമസിച്ചിരുന്നത് ഇതിന് മുന്നേ. അപ്പോൾ ആ വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. ഇപ്പോൾ അവിടെ കാടായതുകൊണ്ട് കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കാടായതുകൊണ്ട് അങ്ങനെ കാണുന്നുമില്ല. പാടിയാണ് ഉള്ളത്. ആ അപ്പുറത്തെ സൈഡ് വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന കാട് മാത്രമല്ല, അപ്പുറത്ത് വഴിയൊക്കെ ഉണ്ട് പോകാൻ. ഇപ്പോൾ അവിടെ ആളുണ്ടോയെന്ന് തോന്നുന്നറിയില്ല. അപ്പോൾ അവിടെ നിന്നാൽ നമുക്ക് അവിടെ ഉള്ള സമയത്ത് ഇവിടെ കളിക്കുമ്പോൾ നമുക്കിതാ കാണാൻ കഴിയും. ആ ഒരു വഴി അവിടെ വന്ന് നിൽക്കലുണ്ട് ഞാനും ഇങ്ങനെയൊക്കെ. അച്ഛൻ പഠിച്ച സ്കൂളാ ആണാ? അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. ചെറുതിലെങ്ങാണ്ട് പഠിച്ച കളി അമ്മ അങ്ങനെ പറഞ്ഞ ഒരു ഓർമ്മ ഉണ്ട്. അതിനെപ്പറ്റി അറിയില്ല കഴിച്ചു. വീട്ടിൽ പോയിട്ട് അമ്മയോട് ചോദിക്കണം. അപ്പൊ അങ്ങനെ ലല്ലുവിന് അത് കണ്ടപ്പോ ഒന്ന് പിടിച്ച് തൂങ്ങണം എന്നുള്ളൊരാഗ്രഹം. എന്നെ പിടിച്ചൊന്ന് ആഗ്രഹം സാധിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ എന്നെ തൂക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരുത്തിന് ഓടി വരുന്നുണ്ട്, അമ്മ എന്നെ എന്ന് പറഞ്ഞുള്ള രീതിയിൽ. ഏട്ടൻ എന്ത് ചെയ്താലും അനിയനും കൂടെ ചെയ്യണം. അതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. ഇവന്മാര് തൂങ്ങിയപ്പോ എനിക്കൊരാക്കം. ഒന്ന് തൂങ്ങി നോക്കിയാലോ. പക്ഷെ അത് പൊട്ടുമെന്നുള്ള ഒരു ഭയം കൊണ്ട് ആ ശ്രമം ഞാൻ അവിടെ അവസാനിപ്പിച്ചു ഗൈസ്. കിങ്ങിണിന്റെ പ്രകസനം അങ്ങനെ ആടി നോക്ക്. അതെ, ലിയോ ഇവിടെ ഉണ്ട് കേട്ടാ. ആ, അടിക്കോ. അതായിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് പണിയിപ്പിക്കുന്നതായിരിക്കുവേ. ലിയോ, ഇതെന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നു? ലിയോ എന്തോ ഇവന്മാര് ചെയ്യുന്ന നോക്കിക്ക ഗൈസ്. അപ്പൊ ഈ മരത്തിന്റെ കട നിന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് ഓർമ്മയില്ല. നമ്മുടെ വീടിന്റെ ഇത് കുറ്റി അടിക്കുന്ന സമയത്ത് നമ്മളൊരു പാടുടുപ്പല്ലേ ഇട്ടില്ല, അന്ന് ഇവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഫോട്ടോ ഒന്നുമില്ല, ഫോണെല്ലാം പോയി. പിന്നെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഒരു കാര്യം പറയുന്നുണ്ട് ഗൈസ്. ഇവരെ കല്യാണ ടൈമിന് ഇവർക്ക് അമറാട്ടിന്റെ ചങ്ങായി പിള്ളേർ ഒരു പണി കൊടുത്തിനേന്. പണി എന്ന് വിചാരിച്ചാൽ വേറെ ചെറിയ കാര്യമാണ്. എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഫുട്ബോൾ എടുത്തിട്ട് ഇങ്ങനെ ചവിട്ടിട്ട് ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുക. ഗോൾ പോസ്റ്റിലേക്ക്. എന്നിട്ട് പണ്ട് ഇവർക്ക് ഭയങ്കര അവിടെ വെച്ചിരുന്ന് ഗോൾ അടിക്കാൻ പറഞ്ഞത്. അത് തലയില് മറ്റേ പ്ലാവിന്റെ കിരീടമെല്ലാം കെട്ടിയിട്ട് ചെമ്പരത്തി പോലെ എന്തോ വെച്ചിട്ട് ഗൈസ് മറന്നുപോയി. 6 കൊല്ലായില്ലേ. അപ്പൊ ഇവിടെ നിന്നാണ് ഗൈസ് ഇതാക്കിയ. അപ്പൊ പണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നല്ല കുഞ്ഞേനു, ഏച്ചിയും കുഞ്ഞി ഹൈറ്റ് ഉണ്ടെന്നേ ഉള്ളു. പക്ഷെ വലിഞ്ഞിട്ട് എന്റെ അത്രയും ഉണ്ടായിട്ടുള്ള സത്യം പറഞ്ഞാൽ എന്റെ ഡ്രസ്സിലാണ് അളവ് വരെ എടുത്തത് ഇവർക്ക്, നൈറ്റ് ഡ്രസ്സ്. അപ്പൊ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇതിൽ ഭയങ്കര ശൈലിയായിട്ടാണ് ചേച്ചി ഉണ്ടായത്. അടിക്കാൻ പറഞ്ഞിട്ടൊന്നും ഇവര് അടിക്കുന്നില്ല. നാളത്തോടെ ഇപ്പൊ ആണെങ്കിലും പറയണത് ഓടിച്ചാടി പോവും. പക്ഷെ പണ്ട് ഭയങ്കര ശൈലിയാണ്. എന്നിട്ട് അമരാട്ടിന്റെ ചെങ്ങായി പിള്ളേർ അമരാട്ടിനെ അതിന് മുമ്പേ അടിച്ചിനെ. അമരാട്ടെ കടക്ക് ഗോളി പോസ്റ്റിൽ തന്നെ അടിച്ചിനെ. പക്ഷെ ഏച്ചി മെല്ലരെ അടിച്ചിട്ട് കുറച്ച് അത്ര വരെ പോയിട്ടുള്ളൂ ഗൈസ്. ഞാൻ അടിക്കുന്ന സമയത്ത് ചെരുപ്പൂരിയൊക്കെ പോകൂല.
എന്നാലും അതിന് ഫ്ലോപ്പാ വരും. ഫ്ലോപ്പ് ആയേനെ ഇവിടെ അപ്പൊ ആടെ ആ ഒരു സ്ഥലത്ത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് കൊറേ മെമ്മറീസ് ഉണ്ട് ഗൈസ്. പിന്നെ ഇവരെ ആദ്യത്തെ വീട്. അതെ അതെ. ഈ സത്യം പറഞ്ഞ ഈ ഒരു ഗ്രൗണ്ടിലൊരു എപ്പോഴും എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വരും. തലയില് കിരീടവും ഇങ്ങനെ കിരീടമൊക്കെ നമുക്ക് അതേപോലെ തന്നെ നല്ല മെമ്മറീസ് ഉണ്ട് ഇവിടെ ഈ ഒരു ഏരിയയില്. നമ്മള് അവിടെ ആ ഒരു സമയത്ത് എപ്പോഴും ഇവർ കളിയെല്ലാം കാണാണെങ്കിൽ നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കാണാൻ വരും. പിന്നെ നമ്മൾ അവിടുന്ന് റീൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാരും കസിൻസ് എല്ലാം കൂടിയിട്ട് ഭയങ്കര എന്താ പറയട്ടെ ഭയങ്കര ജോലിയായിരുന്നു. പിന്നെ അങ്ങനെ ആദ്യം ആരും കല്യാണം കഴിക്കാത്തോണ്ട് ഞാൻ മാത്രം കല്യാണം കഴിച്ചു. എല്ലാരും ഒരു നമ്മളെല്ലാരും കളി നല്ല രസമാണ് ആ ഒരു സമയത്ത്. അങ്ങനെ വേണം പറയാൻ. അപ്പൊ അങ്ങനെ നമുക്ക് കുറെ മെമ്മറീസും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി കഴിഞ്ഞാൽ കളിയും ചിരിയെല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഓരോരോ കഥകൾ. അപ്പൊ നിങ്ങൾക്ക് ആ വീട് ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. അടുത്തൊരു വീടിനെ നമുക്ക് കാണിച്ചു കൊടുക്കാം. 2 വീട് കുറച്ചിപ്പോ ഒരു സന്ധ്യയായി. പിന്നെ വീട്ടിലേക്ക് പോണം. കുഞ്ഞി മക്കളെല്ലാം ഉള്ളതല്ലേ. സന്ധ്യയായി. ചെറുങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഒന്ന് വീട് കാണിച്ചു തരാം. അങ്ങോട്ട് പോയി എടുക്കുന്നില്ല. ലിയോ ലല്ലുടെ ബാക്കിൽ ലിയോ അവിടെ ഓടിക്കളിക്കുന്നു. നമ്മുടെ വീടിന്റെ ആയിട്ട് തന്നെ ഒരു വീട് പിന്നീട് എടുക്കുന്നതായിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ വീടിന്റെ ഒരു വീട് സ്ഥലമൊക്കെ നമ്മള് വീഡിയോ ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ആ വീട് കാണിച്ചു തരാൻ പറ്റും നോക്കാം. ഓക്കെ. ഇവിടെ നിന്നിട്ട് കാണിച്ചു തരാന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങോട്ട് കയറാൻ വയ്യ, ഭയങ്കര കാട്. പക്ഷെ ആദ്യമൊന്നും ഇങ്ങനെയല്ലേ, ഇപ്പം നല്ലോണം കാട് പിടിച്ചു പോയി. അപ്പം ആ വീട്ടിൽ നല്ല ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് ഇഷ്ടമുള്ള വീടാണ്. ഇനിയിപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ പോയാലും നമുക്ക് നമ്മുടെ വീട്ടിൽ വേഗം എത്താം. പക്ഷെ നമുക്ക് ഇത് റോഡ് സൈഡ് കൂടെ പോകാം. കാരണം ആ വഴി കൂടെ ഇപ്പം ഒരു 6:30 കഴിഞ്ഞതുകൊണ്ട് നല്ല കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ മക്കളെ കൂട്ടിയിട്ട് ആ വഴിക്ക് പോകുന്ന അത്ര ശരിയില്ല. അല്ലെങ്കിൽ ആ വഴി കൂടെ പോയിട്ട് ഇങ്ങനെ കാണിച്ചു തരാമായിരുന്നു. ഇനിയിപ്പം നമ്മൾ തിരിച്ച് ഇവൻ ബോൾ എടുക്കാൻ നിന്നതുകൊണ്ടാണ് ഗൈസ് ഇത്രയും നമ്മൾ ലേറ്റായി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വന്നിട്ട് കുറേയൊക്കെ കാണിച്ചു തരാമായിരുന്നു. ഇനിയിപ്പോൾ ഇവന്മാരെയും കൂട്ടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചലഞ്ച് വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ വേഗം തന്നെ ചലഞ്ച് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും, എല്ലാവരുമായിട്ട് ഒരുമിച്ച് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ പണിഷ്മെൻറ്റ് കാര്യം സത്യം പറഞ്ഞാൽ മറന്നു പോകും. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓർമ്മ ഉണ്ടാകും, പിന്നെ അങ്ങ് മറന്നു പോകും ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ പണിഷ്മെൻ്റ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഒന്നാമത് ഭാവേ ഉള്ളത് കൊണ്ടാണ്. അവൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇനി നമുക്ക് ഉഷാറാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വേഗം തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.